ഹായ് ഗായ്സ്, അജ്ല ഹിയർ. കുറേ കാലമായി, കുറേ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 years ഒക്കെ ആയില്ല ഞാൻ വീഡിയോ ചെയ്തിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വീട്ടിൽ റൂമിലിരുന്നിട്ടാണ് ഞാൻ വർക്കൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ഷോപ്പൊക്കെ എടുത്ത് അതിലേക്ക് മാറി. പിന്നെ നോർത്ത് ഇന്ത്യൻ വർക്കേഴ്സിനെയൊക്കെ കൊടുക്കുന്ന ബിസിനസ്സൊക്കെ ഒരു കംപ്ലീറ്റ് ഒരു ബിസിനസ് മോഡൽ എന്നുള്ള ഇതിലേക്ക് മാറിയപ്പോൾ പിന്നെ യൂട്യൂബ് വീഡിയോസൊന്നും ചെയ്യാനാകാം ടൈം കിട്ടാതെ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ രണ്ടാമത് വീഡിയോ ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോണ വർക്ക് ഔട്ട്. കുറേ കാലത്തിന് ശേഷം വരും. അപ്പോൾ ഒരു ബ്ലൗസ് ഭയങ്കര മടിയാണ് വീഡിയോസൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ വിചാരിക്കാം ആദ്യമായിട്ട് തന്നെ ഒരു ബ്ലൗസ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ബ്ലൗസ് ഇതിലാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ തുടക്കം തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ് അങ്ങനെ ആലോചിക്കണത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ബ്ലൗസാണ് കാണിക്കാൻ പോണത്. ഇതിൽ ചെസ്റ്റിൽ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും കൊടുത്തിട്ടുള്ളത് സമൂസ ലേസാണ്. പിന്നെ ബാക്കിലാണെങ്കിൽ വി ഷേപ്പ് നെക്കും പിന്നെ ഇത് ഇങ്ങനെ കെട്ടി വെക്കാൻ പറ്റുന്ന ഒരു ബ്ലൗസാണ് ബാക്കിൽ. ഈ ടെയിലിന് ഇത് ഞാൻ ടെയിലിനാണ് പറയാം. ഈ ടെയിലിന് ബാക്കിൽ ഞാൻ ലൈനിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. ആ ഫാബ്രിക് വെച്ച് മറിക്കല്ല ചെയ്തിട്ടുള്ളത്, ലൈനിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ലൈൻ വരയ്ക്കാം. അതാണ് ബേസ് ലൈൻ. ബ്ലൗസ് ലെങ്ത് നമുക്ക് വേണ്ടത് 13 ഇഞ്ചാണ്. അപ്പോൾ 13 ഇഞ്ച് ആകുമ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ മാർജിൻ കൊടുത്തിട്ട് ഇവിടെ 14 മാർക്ക് ചെയ്തു. ഇനി മുകളിൽ ആം ഹോൾ മാർക്ക് ചെയ്തു. ആം ഹോൾ 4.75 ആണ്, അത് അവിടെ മാർക്ക് ചെയ്തു. ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റാണ്. ചെസ്റ്റ് 24 ആണ്. അപ്പോൾ ചെസ്റ്റ് 24ൻ്റെ നല്ലൊരു ഭാഗം അത് 6 വരും. അപ്പോൾ 6 മാർക്ക് ചെയ്തു. പിന്നെ അടുത്തത് ഷോൾഡർ 9 ആണ്, 9 മാർക്ക് ചെയ്തു. പിന്നെ അടുത്തത് നെക്ക് ഞാൻ എടുത്തത് 4.5 ആണ്. അപ്പോൾ ഇവിടെ 4.5ൻ്റെ പകുതി അത് മാർക്ക് ചെയ്തു. ഇനി നെക്ക് ഡെപ്താണ് മാർക്ക് ചെയ്യാൻ പോണത്. അത് 4 ഇഞ്ച് നെക്ക് ഡെപ്ത് മാർക്ക് ചെയ്തു. ആം ഹോളാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത്. ഇത് നെക്ക്. ഇനി നമ്മൾ ഈ മാർജിൻ ഇതെല്ലാം വെച്ചിട്ട് കട്ട് ചെയ്യാം. ഫ്രണ്ട് കട്ട് ചെയ്ത് ഇപ്പോൾ ഫ്രണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്ക് സൈഡാണ് കട്ട് ചെയ്യാൻ പോണത്. ആം ഹോളിൽ ഒരു ചെറിയ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് ഡ്രോപ്പ് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തത്. ഇനി ടെയിലിന് ബാക്ക് സൈഡിൽ നമ്മൾ 2 ഇഞ്ച് മുകളിലേക്കൊരു ഇതുപോലെ മാർക്ക് ചെയ്യും. ടെയിലിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ചാണ്. അപ്പോൾ ഇത് വന്നിട്ട് 2.5 ഇഞ്ചാണുള്ളത്. ഇവിടെ ഒരു ചെറിയ കേവ് ഈ 2 ഇഞ്ച് ഇവിടെ കട്ട് ചെയ്തതാണത്. പിന്നെ ഇത് 2.5 ഇഞ്ചാണ് ടെയിലിൻ്റെ വിഡ്ത്ത്. ഇനി നമുക്ക് ടെയിൽ മാർക്ക് ചെയ്യണം. ലെങ്ത് എടുക്കുന്നത് 26 ഇഞ്ചാണ്. ഒരു എൻഡിൽ ചെറുതായിട്ടൊരു കേർവ് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഷേപ്പ്. ഇനി ഇതിൻ്റെയൊക്കെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ടെയിൽ ഇതൊക്കെ വെച്ചിട്ട് മെയിൻ ഫാബ്രിക് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇവിടെ എടുത്തിട്ടുള്ളത് ഡൂപ്പിയോൺ ഈ റോ കോട്ടൻ്റെ ഒക്കെ ഒരു വകഭേദമാണ് ഈ ഡൂപ്പിയോൺ എന്ന് പറയുന്നത്. ഡൂപ്പിയോൺ കോട്ടനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു കൈൻഡ് ഓഫ് സിൽക്ക് തന്നെയാണ് ഇതും. അപ്പോൾ ഇതിലിനി ഫ്രണ്ടും ബാക്കും ടെയിലും ഒക്കെ കട്ട് ചെയ്തെടുക്കണം.
ഇവർ നമ്മളെപ്പോലെ എല്ലാ ഭാഗവും ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയൊന്നുമില്ല. അവർ സ്റ്റിച്ചിങ്ങിലാണ് ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുക. ഇതിപ്പോൾ ടെയിൽ കട്ട് ചെയ്യാണ്. ഇത് ബോ ചെയ്യാനുള്ള ഹെയർ ബോ ചെയ്യാനുള്ള ഒരു ഫാബ്രിക്കാണ്. പിന്നെ ഇത് ടെയിൽ, പിന്നെ ബാക്ക് സൈഡ്, ഇത് ഫ്രണ്ട്. ഇനി നമുക്ക് ആ ചെസ്റ്റിലുള്ള ആ പാച്ച് വർക്ക് ചെയ്യണം. ചെസ്റ്റിലുള്ള പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫ്രണ്ട് സൈഡ് ഈ ഫാബ്രിക്കിൻ്റെ മുകളിൽ വെക്കുക. അതിനുശേഷം നെക്ക് മാർക്ക് ചെയ്യുക. 5 ഇഞ്ചാണ് അതിൻ്റെ ഡെപ്ത് എടുക്കുന്നത്. അതുപോലെ നെക്കും അതിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ഷേപ്പിൽ, പിക്ചറിൽ കണ്ട അതേ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കുകയാണ് ഈ ചെയ്യണത്. ഇതുപോലെ വെക്കുക ചെയ്യുക. വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും. അത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം ടെയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടെയിലിൻ്റെ നല്ല സൈഡിൽ ആ കോട്ടൺ വെക്കുക. എന്നിട്ട് അതിന് ചുറ്റും സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ 2 ടെയിലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തു. ഇതാ ഇവിടെ കംപ്ലീറ്റ്ലി. ഇനി അത് കട്ട് ചെയ്തിട്ട് മറിക്കണം. മറിച്ച ശേഷം അതിന് ചുറ്റും ഇനി സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ടെയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുൾ ഈ ഒരു ടെയിലിൻ്റെ 2 സൈഡിലും 4 സൈഡിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ടെയിലിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഏതോ ഇപ്പോൾ 2 ടെയിലും റെഡിയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പാച്ചാണ്. പാച്ചിന് ഞാൻ എടുത്തിട്ടുള്ള സമൂസ ലേസാണ് അതിന് ചുറ്റും വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് അതിന് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു ചെറിയ മാർജിൻ ഇവിടെ കൊടുക്കണം. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നെക്കിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ പാച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. പാച്ച് കംപ്ലീറ്റ്ലി അതിലായി. ഇനി അതിൻ്റെ മുകളിൽ, അതായത് ഈ നല്ല സൈഡിൽ ഇവർ ലൈനിങ് വെക്കും. ലൈനിങ് വെച്ചിട്ട് നെക്കും സൈഡും ഒക്കെ ഫിനിഷ് ചെയ്യും.
ഇനി താഴ്ഭാഗത്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇനി ബാക്കിയുള്ള എല്ലാ എക്സ്ട്രാ ഇതും കട്ട് ചെയ്തെടുക്കണം. നെക്ക്, ഷോൾഡർ, ആം ഹോൾ ലാസ്റ്റ് കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ നെക്കും ഷോൾഡറും കട്ട് ചെയ്യാം. കറക്റ്റ് ലൈനിങ്ങിൻ്റെ ഒപ്പം തന്നെ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. നെക്കിൽ ചെറിയ ചെറിയ കട്ട് കൊടുക്കണം. കാരണം അത് മറിച്ച് ഇടുമ്പോൾ അവിടെ ചുരുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ ലൈനിങ്ങും നല്ല സൈഡും കൂട്ടി വെച്ചിട്ട് വേണം അതിന് മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ അത് മറിഞ്ഞ് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റിച്ച് കൊടുക്കുന്നത്. താഴ്ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യില്ല, അവിടെയും ഇതുപോലെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ചെയ്തു ഇവിടെയാണ് സ്റ്റിച്ച് കൊടുത്തത്. അതുപോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡ് ഇതുപോലെ തന്നെ നെക്കാണ് ആദ്യം ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പോൾ നെക്ക് ഫ്രണ്ട് ചെയ്തില്ല, അതുപോലെ തന്നെ നെക്കും ചെയ്യാം. രണ്ട് സൈഡും ഇതിലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്ത ശേഷം ചെറിയ ചെറിയ നോച്ച് കൊടുത്തിട്ട് മറിച്ചിട്ട് ഇവിടെ ഇതുപോലെ മറിച്ച ശേഷം ഈ ലൈനിങ്ങിൻ്റെ പാർട്ടുണ്ടല്ലോ, ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇവിടെ ഈ ഭാഗത്ത് ഇതും കൂടി കൂട്ടിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഫ്രണ്ട് സൈഡ് ചെയ്ത പോലെ തന്നെ ഷോൾഡർ, ആം ഹോൾ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് നീറ്റാക്കും. ഇനി നമ്മൾ ഇവിടെയാണ് ടെയിൽ വെക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ടെയിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് ബോട്ടം പാർട്ട് ഫിനിഷ് ചെയ്യാം. റൈറ്റ് സൈഡ്സ് ഒരുമിച്ച് വെക്കണം. ടെയിലിനെ കവർ ചെയ്ത ശേഷം അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരും. മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും ബാക്ക് സൈഡ്. ഇനി ഫ്രണ്ട് ആൻഡ് ബാക്കിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യാം. ലൈനിങ്ങിൻ്റെയും നമ്മുടെ മെയിൻ ഫാബ്രിക് അല്ലേ, അത് രണ്ടും ഒരുമിച്ച് ഫേസ് ടു ഫേസ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഷോൾഡർ ഫ്രണ്ട് ആൻഡ് ബാക്ക് ജോയിൻ ആയി. ഇവിടെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ജോയിൻ ആയി. രണ്ട് സൈഡും ഒരേപോലെ ചെയ്യാം. ഇനി ചെയ്യുന്നത് ആം ഹോളാണ്. ആം ഹോളും അതുപോലെ തന്നെ വെച്ചിട്ട് വേണം, മറിച്ചിടുന്നതിൻ്റെ മുന്നേ തന്നെ വേണം ആം ഹോളും ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ശേഷം ആം ഹോളിൻ്റെ ഇത് റൈറ്റ് സൈഡ് അല്ല, റോങ് സൈഡാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. രണ്ട് സൈഡും ആം ഹോൾ ഫിനിഷ് ചെയ്യാം. ഈ കേവായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ചെറിയ കട്ട് കൊടുക്കണം. കാരണം നമ്മൾ തിരിച്ച്, അതായത് പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ
ആ ഭാഗമൊക്കെ കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ചെറിയ കട്ട് കൊടുക്കുന്നത്. ഇനിയുള്ള പാർട്ടാണ് ഒരു ട്രിക്കി ആയിട്ടുള്ള പാർട്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റിച്ചസൊക്കെ ഉള്ളിലാണ് വരുന്നത്. ഇനി ചെയ്യേണ്ടത് ഈ ബാക്ക് സൈഡ് ഫ്രണ്ടിലൂടെ ഈ ആം ഹോൾ അല്ല, ഈ ഷോൾഡറിൻ്റെ ഈ ഹോളിലൂടെ വലിച്ചെടുക്കണം. അതാണ് ഒരു ട്രിക്കി ആയിട്ടുള്ള പാർട്ട്. അങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റിച്ചും പുറത്ത് കാണില്ല, എല്ലാ മാർജിനും ഉള്ളിലായിരിക്കും. പിന്നെ അതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. നന്നായിട്ട് അയൺ ചെയ്യുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ചുളിവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, നല്ല ഫിനിഷിങ്ങിൽ വരും ചെയ്യും. ഇപ്പോൾ കണ്ടോ, ഒരു സ്റ്റിച്ചും പുറത്ത് കാണില്ല. ഷോൾഡറൊക്കെ ഭയങ്കര ഫിനിഷിംഗാണ്. ഫുള്ള് മറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. ഇനി നമ്മൾ ഈ സൈഡൊക്കെ ജോയിൻ ചെയ്യും. ഫ്രണ്ട് ആൻഡ് ബാക്കിലൊക്കെ ഈ സൈഡ് ജോയിൻ ചെയ്യും, രണ്ട് സൈഡിലും. ഇതുപോലെ അടുത്ത സൈഡും ചെയ്യാം. ഇനി ചെസ്റ്റിന് ഇത്ര മാർജിൻ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ മാർജിൻ അവിടെ മാർക്ക് ചെയ്ത ശേഷം രണ്ട് സൈഡും ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുമിച്ച് വെച്ചിട്ട് ഈ സൈഡിൽ ഇവിടെ ജോയിൻ ചെയ്യാം. അതും കൂടി കഴിഞ്ഞ് ഓവർലോക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൗസ് റെഡിയായി. ഇത്രയേ ഉള്ളൂ. പിന്നെ അയൺ ചെയ്ത് സെറ്റാക്കി വെക്കുക. ഇതുപോലെ ഇപ്പുറത്തെ സൈഡും ജോയിൻ ചെയ്യാം. ഇനി നന്നായിട്ട് അയൺ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ സൈഡിലൊക്കെ ഓവർലോക്ക് ചെയ്തു, എക്സ്ട്രാ മാർജിൻ കൊടുത്തിട്ടുണ്ട്. ഇതാ 1 2 3 മാർജിൻസ് ഉണ്ട്. രണ്ട് സൈഡിലും ഇതുപോലെ മാർജിൻ ഉണ്ടാവും. അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലൗസ് ഇങ്ങനെയുള്ളത്. ടെയിൽ ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ രണ്ട് സൈഡ്. നമ്മുടെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്.